ഇത്തവണ സംസ്ഥാനത്ത് ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. 4 സീറ്റുകളാണ് ബിജെപി തങ്ങളുടേത് എന്ന് ഉറപ്പിച്ച് കണക്കുകൂട്ടുന്നത്. തൃശൂരാണ് ഇപ്പോൾ ബിജെപി ഉറപ്പിച്ചു പറയുന്നത്. അതിന് കാരണമുണ്ട്. ജില്ലയിൽ തങ്ങളുടെ വോട്ടുകൾ ഉറപ്പാക്കിയെന്നും വിജയം നേടുമെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് ബിജെപി. 96% പോൾ ചെയ്യിക്കാനായി എന്നും എല്ലാ ബൂത്തിലും പ്രവർത്തകരെ അണിനിരത്താൻ സാധിച്ചു എന്നുമാണ് ജില്ലാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. ചില വിഭാഗങ്ങളിൽ സുരേഷ് ഗോപി ട്രെൻഡ് ഉണ്ടായതായും ഇവർ വിലയിരുത്തുന്നുണ്ട്. സ്ത്രീ വോട്ടർമാരിലും യുവ വോട്ടർമാരിലുമാണിത്. തൃശൂരിൽ 20,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പാർട്ടിയുടെ ആത്മവിശ്വാസം. തിരുവനന്തപുരത്തും നേതൃത്വം പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. വോട്ട് വിഹിതം 18% വർദ്ധിക്കുമെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നുണ്ട്. തൃശൂരിൽ സ്ത്രീ വോട്ടർമാർ തുണച്ചുവെന്നാണ് കണക്കിലെ ഒന്നാമത്തെ ഘടകമായി ബിജെപിയുടെ കണക്കുകൂട്ടൽ. ഈഴവ നായർ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും സുരേഷ് ഗോപിയെ തുണച്ചു. ക്രിസ്ത്യൻ വോട്ട് വിഹിതത്തിൽ ഒരു പങ്കും ചേർന്ന് 20,000-ലധികം ഭൂരിപക്ഷമെന്നാണ് നിലവിലെ കണക്ക്. മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചുവെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു. മറിച്ചാണെങ്കിൽ കണക്ക് മാറും. വിവാദങ്ങളെല്ലാം അവസാനം സുരേഷ് ഗോപിക്ക് അനുകൂലമായതായും ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് കിട്ടിയതായും ബിജെപി പ്രതീക്ഷിക്കുന്നുണ്ട്. എതിർ പ്രചാരണങ്ങളെ നേരിട്ടുകൊണ്ടുള്ള രീതി ഗുണം ചെയ്തു. SNDP, KPMS, ധീവര സഭ, NSS എന്നീ സാമുദായിക സംഘടനകളുടെ സഹായം ലഭിച്ചതായും പാർട്ടി കണക്കാക്കുന്നു. ഇതൊക്കെയാണ് വിജയത്തിന്റെ വഴിയായി ബിജെപി വിലയിരുത്തുന്നതും. തിരുവനന്തപുരത്തും കോവളം ഉൾപ്പെടെ കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യപ്പെട്ടിട്ടില്ലെന്നാണ് ബിജെപി ആശ്വസിക്കുന്നത്. ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. കുറഞ്ഞത് കോൺഗ്രസ് വോട്ടുകളാണെന്ന് വിശ്വസിക്കാനാണ് ബിജെപി ആഗ്രഹിക്കുന്നതും. ആറ്റിങ്ങലിൽ വോട്ട് വിഹിതം ഉയർത്തുമെന്നാണ് കണക്കുകൂട്ടൽ. ശോഭാ സുരേന്ദ്രൻ 2019 പിടിച്ച 2.5 ലക്ഷം മറികടന്നില്ലെങ്കിൽ മുരളീധരന് ക്ഷീണമായിരിക്കും. പാലക്കാടും പത്തനംതിട്ടയിലും മുന്നേറ്റമുണ്ടാകും. ആലപ്പുഴയിൽ രണ്ടാമതെത്തിയാലും അത്ഭുതപ്പെടാനില്ലെന്നും നേതൃത്വം പറയുന്നു. സംസ്ഥാനത്താകെ 18 മുതൽ 20 വരെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. കേരളത്തിൽ 20 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയ ബിജെപി തിരുവനന്തപുരം, തൃശൂർ ജില്ലകളിലാണ് വിജയ പ്രതീക്ഷ പുലർത്തുന്നത്. തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരനെയും മത്സരിപ്പിച്ച പാർട്ടി വൻ പ്രചാരണമാണ് കാഴ്ചവെച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന കേന്ദ്ര ഇന്റലിജൻസിന്റെ റിപ്പോർട്ടും പറയുന്നുണ്ട്. എന്നാൽ ബിജെപിയുടെ A ക്ലാസ് മണ്ഡലത്തിൽ മുൻപന്തിയിലുള്ള തൃശൂരിൽ ബിജെപി പരാജയപ്പെടും എന്ന റിപ്പോർട്ടിൽ ചെറിയൊരു സൂചനയുണ്ട്. മറിച്ച് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിക്കുമെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് പറയുന്നത്. നേരിയ വോട്ടിനെങ്കിലും ഇവിടെ ബിജെപിക്കാണ് സാധ്യതയെന്നാണ് പറയുന്നത്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറിന് മികച്ച ചലനമുണ്ടാക്കാനായി എന്നാണ് വിലയിരുത്തൽ. സിറ്റിംഗ് MP ശശി തരൂരിനേക്കാൾ ഓളമുണ്ടാക്കാൻ രാജീവിന് സാധിച്ചു. ഒപ്പം അദ്ദേഹത്തിന്റെ മികച്ച പ്രതിച്ഛായയും ബിജെപിക്ക് സഹായകരമായിരിക്കും എന്നാണ് വിലയിരുത്തൽ. ബിജെപിക്ക് കാര്യമായ സ്വാധീനമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നേമം നിയമസഭാ മണ്ഡലത്തിൽ ബിജെപി ആയിരുന്നു ഒന്നാമത്. തീരദേശ വോട്ടർമാരുടെ മികച്ച പിന്തുണ രാജീവിനുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ബിജെപി വോട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആറ്റിങ്ങലിൽ V മുരളീധരന്റെ പിന്തുണ ബഹുദൂരം വർദ്ധിച്ചിട്ടുണ്ട്. പത്തനംതിട്ടയിൽ അനിൽ ആന്റണി കഴിഞ്ഞ തവണ NDA നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കുമെന്നാണ് പറയുന്നത്. വടകരയിലും കോഴിക്കോടും ബിജെപിക്ക് വോട്ട് കൂടും. അതേസമയം സംസ്ഥാനത്ത് UDFന് അനുകൂലമായ സാഹചര്യമാണെന്നാണ് കേന്ദ്ര ഇന്റലിജൻസ് പറയുന്നത്. 14 സീറ്റിൽ UDFന് ജയം പ്രവചിക്കുന്ന റിപ്പോർട്ട് 4ഇടത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമെന്നും പ്രവചിക്കുന്നു. ആറ്റിങ്ങൽ, മാവേലിക്കര, ചാലക്കുടി, പാലക്കാട് എന്നിവിടങ്ങളിലാണ് ശക്തമായ പോരാട്ടം പ്രതീക്ഷിക്കുന്നത്.